സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതൊരു കണ്ടക്ടറാണ്. ഇതെന്താ കാണിച്ചിരിക്കുന്നത്? ഇതൊരു കണ്ടക്ടറാണ്. ഇതൊക്കെ കണ്ടക്ടറിനകത്തുള്ള ആറ്റംസുകളാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടക്ടറിനകത്തുള്ള ആറ്റംസുകളാണ്. ഈന്ന് എഴുതിയിരിക്കുന്ന ഇലക്ട്രോൺസാണ്. ഈന്ന് എഴുതിയിരിക്കുന്നത് ഇലക്ട്രോൺസാണ്. ഈ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോയാണ് നമ്മൾ കറണ്ടായിട്ട് കരുതുന്നത്, അല്ലേ? ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോ നടക്കണം, കറണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ കുറേ ഇലക്ട്രോൺസ് ഒന്നിച്ചങ്ങനെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മളവിടെ കറണ്ട് ഉണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് ക്ലിയർ ആയല്ലോ, അല്ലേ? ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ വരുമ്പോഴല്ലേ നമ്മളവിടെ കറണ്ട് ഉണ്ടെന്ന് പറയുന്നത്. ശരിയല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? എവിടെ? സിമ്പിളല്ലേ? ഇയാൾ മൂവ് ചെയ്യില്ല. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ആൾ മൂവ് ചെയ്യാൻ പോണില്ല. അത് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ അയേൺസ് ആണ്. ആറ്റംസ് ഓർ അയേൺസ്, ദേ ആർ ഇമ്മൂവബിൾ. അത് അവിടെ തന്നെ നിൽക്കും. മൂവ് ചെയ്യുന്ന ആൾ ആരാ? ഇലക്ട്രോൺസ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോണിനെ അങ്ങോട്ട് ഓടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നെഗറ്റീവ് ടെർമിനൽ കൊടുത്താൽ അറിയാമല്ലോ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ അതിനെ റിപ്പൽ ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഒരു പ്ലസ് കൊടുത്താൽ മതി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. ഇലക്ട്രോണ് പോസിറ്റീവിൻ്റെ സൈഡിലോട്ട് മൂവ് ചെയ്തോളൂ. വി ഹാവ് ടു അപ്ലൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. There should be a potential difference across the end points of the conductor. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ നടക്കും, കറണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും മൂവ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. റിപ്പീറ്റൊക്കെ ചെയ്യാം, പേടിക്കട്ട. ഞാനൊരു കാര്യം ഒരു പ്രാവശ്യം പറയില്ല, ഒരുപാട് തവണ പറയും. അപ്പോൾ നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും തൊട്ട് മുമ്പുള്ള ഒരു അയേൺസ് ആയിട്ട് കൂട്ടിമുട്ടുന്നത്. തൊട്ട് മുമ്പുള്ള കണ്ടില്ല, അയേൺസ് അനങ്ങാതിരിക്കുകയാണല്ലോ. അയേൺസ് ആയിട്ട് കൂട്ടിമുട്ടിയിട്ട് അവിടുന്ന് റീബൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവും. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വല്ല അയൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ റീബൗണ്ട് ചെയ്ത് അവിടെ തട്ടിയിട്ട് ഇങ്ങനെ പോയി, ഇവിടെ തട്ടി അങ്ങനെ പോയി, അവിടെ തട്ടി ഇങ്ങനെ പോയി, അങ്ങനെ ഇങ്ങനൊരു മൂവ്മെൻറ്റാണ്. അല്ലാതെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ഈ അയേൺസ് ആയിട്ട് ഇങ്ങനെ കുറേ കൂടി ലാർജറാണല്ലോ, അതായിട്ടും കൂട്ടിമുട്ടി റീബൗണ്ട് ചെയ്ത് പതുക്കെയാണ് അവിടെ എത്തുന്നത്. ക്ലിയർ? എല്ലാ ഇലക്ട്രോൺസിനും അത് ബാധകമാണ്. ഒരു ഇലക്ട്രോൺ അല്ല, എല്ലാ ഇലക്ട്രോൺസും അയേൺസ് ആയിട്ട് കൂട്ടിമുട്ടും. അങ്ങനെയാണ് ഹീറ്റ് വരുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് വരാനുള്ള കാരണം അതാണ്. ഈ അയേൺസ് ആയിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു എനർജി വരുമല്ലോ, ഹീറ്റ് വരുമല്ലോ, കൊളീഷൻ നടക്കും, കൊളീഷൻ. സോ വാട്ട് യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡെഫിനിഷൻ പഠിച്ചു വെച്ചോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റാണ് ഉദ്ദേശിച്ചത്. നമ്മൾ സപ്ലൈ കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇലക്ട്രോൺസിൻ്റെ ഉള്ളൊരു ആവറേജ് സ്പീഡ്. ആവറേജ് എന്ന് പറയാൻ കാരണം ഇയാൾ മൂവ് ചെയ്യണ സ്പീഡായിരിക്കില്ല ഇയാൾ മൂവ് ചെയ്യുന്നത്, അതായിരിക്കില്ല വേറൊരു ഇലക്ട്രോണിൻ്റെ സ്പീഡ്. പലരും കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഡായിരിക്കാം. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഡെഫിനിഷൻ അറിയണം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രോണിൻ്റെ ആവറേജ് സ്പീഡാണ് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ശരിയാണോ ഐഷ? എല്ലാവരും റിപ്ലൈ തരണം. ഒരു നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഡെറിവേഷൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്ലോവിലായിരിക്കും പോവാ, ബോറിംഗ് ആയിട്ട് തോന്നരുത്. കുറച്ച് കട്ടിയാണ് ഡെറിവേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുലയുടെ ഡെറിവേഷൻ ചോദിക്കും, എക്സാമിന് ചോദിക്കും. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ കുറച്ച് ചെറിയൊരു കാര്യം. ബിഫോർ അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ്, ഇലക്ട്രിക് ഫീൽഡ് എന്നോ വോൾട്ടേജ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ. ബിഫോർ അപ്ലൈയിങ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഞാനിവിടെ സപ്ലൈ കൊടുക്കുന്നില്ല രണ്ട് എൻഡിലും. അപ്ലൈയിങ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് സംഭവിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. The average velocity of the electron will be 0.
ബിഫോർ അപ്ലൈയിങ് ദ ഇലക്ട്രിക് ഫീൽഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി 0. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടില്ല. ഈ ടെമ്പറേച്ചർ കാരണം ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമല്ലോ. ടെമ്പറേച്ചർ കാരണം ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് എടുക്കുമ്പോൾ എല്ലാവരും കൂടി ക്യാൻസലായി പോകും. ഇവിടെ ഒരാൾ 1 മീറ്റർ പെർ സെക്കൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ -1 മീറ്റർ പെർ സെക്കൻഡ് ലെഫ്റ്റിലോട്ട് പോകാനുള്ള ആൾ വേറെ ഉണ്ട്. താഴേക്ക് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന വേറൊരു ഇലക്ട്രോൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബിഫോർ അപ്ലൈയിങ് എനി ഫീൽഡ് നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി 0. ഇലക്ട്രോണിൻ്റെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സപ്പോസ് ദർ ആർ n ഇലക്ട്രോൺസ്, എവിടെ എഴുതട്ടെ, വളരെ സ്ലോവിൽ പോകുള്ളൂ കേട്ടോ. ലെറ്റ് ദർ ബി n ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. free electrons in the conductor. Let and U1 ടെക്സ്റ്റ് ബുക്കിൽ ഇത് വളരെ കുറച്ച് സ്റ്റെപ്പിൽ ഒതുക്കിയിട്ടുള്ളൂ, അത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. U2 U3 etc. UN are the thermal velocities. തെർമൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കാരണമുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ ആർ ദ ഇനീഷ്യൽ വെലോസിറ്റീസ്, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റീസ് ഓഫ് ദ ഇലക്ട്രോൺസ്. ശ്രദ്ധിച്ചിരിക്കണം. ജസ്റ്റ് ബിഫോർ, ഒരു പൊടിക്ക് മുമ്പ്, ജസ്റ്റ് ബിഫോർ ഗിവിങ് ദ സപ്ലൈ. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നതിന് തൊട്ട് മുമ്പ്, മനസ്സിലായല്ലേ, സ്വിച്ച് ഓൺ ആക്കുന്നതിന് തൊട്ട് മുമ്പ് ഓരോ ഇലക്ട്രോണിനും ഓരോ വെലോസിറ്റി ഉണ്ടാവും ടെമ്പറേച്ചർ കാരണം. ഇയാൾക്ക് ചിലപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും, ഇയാൾക്ക് ചിലപ്പോൾ -1 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. അങ്ങനെ ടെമ്പറേച്ചർ കാരണം ഉള്ള വെലോസിറ്റിയാണ് തെർമൽ വെലോസിറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്നതിന് തൊട്ട് മുമ്പ് ഓരോ ഇലക്ട്രോണിനും അവരുടേതായ ചില വെലോസിറ്റികൾ ഉണ്ടായിരുന്നു, ടെമ്പറേച്ചർ കാരണമാണ്. അതാണ് U1 U2 U3 എക്സെട്ര. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് 0 ആണ്. ആവറേജ് വാല്യൂ വിൽ ബി 0. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെലോസിറ്റികളെല്ലാം ആഡ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, ആവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതല്ലേ മാത്സിൽ, എല്ലാ വെലോസിറ്റീസും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ n ചെയ്യുക, അത് 0 ആണ്. ആവറേജ് വെലോസിറ്റി 0 ആണ്. U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര UN. സപ്ലൈ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഓരോ ഇലക്ട്രോൺസിൻ്റെയും വെലോസിറ്റികൾ വെക്റ്റർ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. ആവറേജ് വെലോസിറ്റി 0 ആണ്. ഇത്രയൊന്നും നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോവും, അതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് നൗ, ഞാൻ അങ്ങനെ തന്നെ എഴുതിക്കോട്ടെ. നൗ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ്, അല്ലെങ്കിൽ ദ ബാറ്ററി ഈസ് കണക്റ്റഡ്, ദ സപ്ലൈ ഈസ് ഗിവൺ, ദ സപ്ലൈ ഈസ് ഗിവൺ. തൊട്ട് മുമ്പ്, സപ്ലൈ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ആ U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര കേട്ടോ. നൗ ദ സപ്ലൈ ഈസ് ഗിവൺ. സപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ ആ ഡയഗ്രം ഒന്ന് ചെറുതാക്കി ഒന്ന് വീണ്ടും വരയ്ക്കുകയാണ്. സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്? സപ്ലൈ കൊടുക്കുമ്പോൾ ഇതൊരു കണ്ടക്ടറാണ് കേട്ടോ. നമ്മൾ സപ്ലൈ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഈ ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവും ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവും കണക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലോട്ട് പോകണമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ആക്കിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ പ്ലസ്സും, ഏതായാലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പ്ലസ്സും അവിടെ മൈനസ് ആയിക്കോട്ടെ. ഇലക്ട്രോൺസ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ, ഇലക്ട്രോൺസ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് എസ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
നമ്മൾ ഇലക്ട്രോണിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആളാണ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോണ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞാലും പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. ഇലക്ട്രോണ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് ചാർജ് റൈറ്റിലോട്ട് പോകുന്നു പറഞ്ഞാലും ദേ ആർ ലോജിക്കലി സെയിം മീനിങ്. മനസ്സിലായില്ലേ? ശരിക്കും ഇലക്ട്രോണ് പോസിറ്റീവിൻ്റെ ഡയറക്ഷനിലോട്ട് നീങ്ങാണ്. ഇലക്ട്രോൺ ലെഫ്റ്റിലോട്ട് നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് റൈറ്റിലോട്ട് നീങ്ങുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പുഷ് വരുന്നുണ്ട്. ഇഫ് ദർ ഈസ് എനി പോസിറ്റീവ് ചാർജ് ടെൻഡ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. ഒരു ഫോഴ്സ് വരുന്നുണ്ട്, പോസിറ്റീവ് ചാർജിനെ റൈറ്റ് സൈഡിലോട്ട് പിടിച്ച് തള്ളുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനലാണല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പോസിറ്റീവ് ചാർജ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യമാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഐഡിയ തരാം. ഞാൻ എത്തിയിട്ടില്ല ശരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ദർ വിൽ ബി എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നമ്മളതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു റിപ്പീറ്റൊക്കെ ചെയ്യാം കേട്ടോ, പേടിക്കേണ്ട. ഇത് ഞാൻ ഒരു പ്രാവശ്യമല്ല പറയാം, 2-3 തവണയെങ്കിലും പറയും, പേടിക്കാനൊന്നുമില്ല. സോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ സപ്ലൈ ഈസ് ഗിവൺ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. 1 കൂളം എന്നാണ് നമ്മളതിനെ പറയാം. കൂളം നിങ്ങൾ അല്ലെങ്കിലും പഠിച്ചിട്ടുള്ളതാണ് 9th സ്റ്റാൻഡേർഡിലെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ടെർമിനൽ റൈറ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ചാർജ് ഇ ആയിരിക്കും കേട്ടോ. ഒരു ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലോട്ട് പോയെന്ന് പറഞ്ഞാലും ഒരു പ്ലസ് ഇ റൈറ്റ് സൈഡിലോട്ട് പോയി എന്ന് പറഞ്ഞാലും ഒരേ മീനിങ്ങാണ്. അപ്പം നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ ശരി. അപ്പോഴേ ഇവിടെ നോക്ക്. അപ്പോൾ മൈനസ് ഇ ആണല്ലോ നമ്മൾ ഇലക്ട്രോൺ ആരാ? മൈനസ് ഇ ആണല്ലോ. മൈനസ് ഇ പോകുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണേ. മൈനസ് ഇ പോകുന്നത് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്ന കാര്യം ഇവിടെ എഴുതട്ടെ. 1 കൂളം ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. ഫോഴ്സാണിത് കേട്ടോ. 1 കൂളം ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ഇ ആണല്ലോ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ്. മൈനസ് ഇ 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇ എന്ന് പറഞ്ഞ ചാർജ്. മൈനസ് ഇ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. മൈനസ് ഇയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് ഇ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം, മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഇ എന്ന് പറഞ്ഞാൽ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 സൈഡിലും മൈനസ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഇ കൂളം, അത് ഇലക്ട്രോണിൻ്റെ ചാർജാണ് കേട്ടോ. 2 സൈഡിലും മൈനസ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഇ കൂളം, അതായത് ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് മൈനസ് ഇ. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതട്ടെ. ഫോഴ്സ് ആക്ടിങ് ഓൺ, ശ്രദ്ധിച്ചിരിക്കുക, ഫോഴ്സ് ആക്ടിങ് ഓൺ എൻ ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു മൈനസ് ഇ ആണ്. അപ്പോൾ ഓരോ ഇലക്ട്രോണിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് ഇ ഇൻറ്റു ഇ ആയിരിക്കും. അതിൽ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ പറയുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും എഴുതിയെടുക്കുക. അതുകൊണ്ട് ഇത് ഞാൻ ബോക്സാക്കി ഇട്ട് വെച്ചേക്കാം, ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിന് ആക്സലറേഷൻ കിട്ടും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനിൽ ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് വെച്ചാൽ
അത് മൂവ് ചെയ്യും. ഇറ്റ് വിൽ ഹാവ് ആക്സലറേഷൻ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവുന്ന ആക്സലറേഷൻ -e/m ആണ്. പഠിച്ചു വെക്കേണ്ടതാണ്, കാരണം മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഫസ്റ്റ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. സ്വിച്ച് ഓൺ ആക്കി ഒരു 10 മിനിറ്റ് വന്ന് കഴിഞ്ഞ് നോക്കുന്നു എന്ന് കരുതിയാൽ മതി. അറ്റ് ദ ടൈം ഓഫ് ഒബ്സർവേഷൻ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന് എന്ത് വെലോസിറ്റി ഉണ്ടാവും? അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിന് ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഇലക്ട്രോണിൻ്റെ ഉണ്ടാവുന്ന വെലോസിറ്റി v1 ആണ്. v1 ഈസ് ഈക്വൽ ടു u1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം. ടൈം എന്താണെന്ന് പലർക്കും അറിയില്ല. ടൈം എന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ, ടൈം ഇലാപ്സ്ഡ് എന്താണെന്ന് പറഞ്ഞുതരാം. ടൈം ഇലാപ്സ്ഡ് ഇത് എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാൽ മതിയല്ലോ. ടൈം ഇലാപ്സ്ഡ് ആഫ്റ്റർ ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ റിപ്പീറ്റൊക്കെ ചെയ്യും, പേടിക്കണ്ട. ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. അതെന്താ അങ്ങനെയായത്? കാരണം പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ഇതാരാണ്? നമ്മൾ ഇലക്ട്രോണാണ്. സ്വിച്ച് ഓൺ ആക്കുന്ന ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആരാ? u1. സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പ് ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു. സ്വിച്ച് ഓൺ ആക്കിയ നിമിഷം മുതൽ ഇത് ആക്സിലറേറ്റ് ആവാൻ തുടങ്ങും. സ്പീഡ് ഇങ്ങനെ വല്ലാണ്ട് കൂടും. സ്പീഡ് കൂടി വല്ലാതെ ആവുന്ന ആ സമയത്തായിരിക്കും ഒരു അയണായിട്ട് കൂട്ടിമുട്ടുന്നത്. നമ്മൾ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ആളില്ലേ, u1 അതിൻ്റെ ഇനീഷ്യൽ സ്പീഡാണ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആക്സിലറേഷൻ കിട്ടിയിട്ട് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. ഉദാഹരണത്തിന് ഒരു പേരിന് എന്തെങ്കിലും ഒരു പേര് കൊടുത്തോട്ടെ. 1 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ്. പിന്നെ അത് ആക്സിലറേഷൻ ആയതുകൊണ്ട് 2 മീറ്റർ/സെക്കൻഡ്, 3 മീറ്റർ/സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് കൂടി വരും. വല്ലാതെ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് കൂടാൻ സാധിക്കില്ല. അപ്പോഴത്തേനും ആരെങ്കിലും ഒരാളായിട്ട് കൂട്ടിമുട്ടും. നമ്മൾ അയൺ ആയിട്ട് കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എനർജി നഷ്ടപ്പെടും. അത് ഗെയിൻ ചെയ്ത എനർജി, ആക്സിലറേഷൻ വഴി അത് ഗെയിൻ ചെയ്ത എനർജി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ട് പഴയ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. പഴയ ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്ന ഒരു വെലോസിറ്റി ഇല്ലേ, അതായിട്ട് ഉണ്ടാവും. അത് ഗെയിൻ ചെയ്ത വെലോസിറ്റി മുഴുവനും നഷ്ടപ്പെടും. കൂട്ടിമുട്ടുമ്പോൾ അറിയാമല്ലോ നമ്മൾ ചൂടായിട്ട് എനർജി നഷ്ടപ്പെടുന്ന കാര്യം. അപ്പോൾ കൂട്ടിമുട്ടിയിട്ട് പഴയ അവസ്ഥ തന്നെ വരും. 1 മീറ്റർ/സെക്കൻഡ്. പിന്നെയും ആക്സിലറേഷൻ വരാൻ തുടങ്ങും. കാരണം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. 3 മീറ്റർ/സെക്കൻഡ്, 4 മീറ്റർ/സെക്കൻഡ് കൂടി വരെയാണ്. അപ്പോഴത്തേനും തൊട്ടടുത്ത് വേറൊരാരെങ്കിലും ഉണ്ടാവും, വേറൊരു അയൺ ഉണ്ടാവും. അപ്പോഴത്തേനും കൂട്ടിമുട്ടിയിട്ട് അവിടുന്ന് റീബൗണ്ട് ചെയ്തിട്ട് അത് ഗെയിൻ ചെയ്ത വെലോസിറ്റി മുഴുവനും നഷ്ടപ്പെട്ടിട്ട് പഴയ പോലെ തന്നെയാവും. എന്നിട്ട് 1 മീറ്റർ/സെക്കൻഡ്, 2 മീറ്റർ/സെക്കൻഡ്. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അത്ര വലിയ വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയം കൊളീഷൻസ് നടക്കുമ്പോൾ അത് ഗെയിൻ ചെയ്ത അഡീഷണൽ വെലോസിറ്റികൾ മുഴുവൻ നഷ്ടപ്പെടും, എനർജി നഷ്ടപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോ അരമണിക്കൂർ വന്ന് നോക്കിയാലും ആക്സിലറേഷൻ കാരണം വെലോസിറ്റി ഒരുപാടൊന്നും ആവില്ല. ഓരോ കൊളീഷൻ നടക്കുമ്പോഴും അത് ഗെയിൻ ചെയ്ത വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ലാസ്റ്റ് കൊളീഷൻ. ഞാൻ പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, റിപ്പീറ്റൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായാലും പേടിക്കേണ്ട, ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് നമ്മളെ ലാസ്റ്റ് കൊളീഷൻ. നമ്മൾ വന്നുകൊണ്ടിരുന്ന ഇലക്ട്രോണിൻ്റെ ലാസ്റ്റ് കൊളീഷനാണ് ഇവിടെ നടന്നത്. അപ്പോൾ അതിൻ്റെ കൊളീഷൻ കഴിഞ്ഞ് തൊട്ട് മുമ്പ് ഉടനെ തന്നെ അതിൻ്റെ പഴയ വെലോസിറ്റി u1 തന്നെ എത്തും. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ u1 എന്ന് പറഞ്ഞ വെലോസിറ്റി എത്തും. ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യണ സമയത്തുള്ള വെലോസിറ്റി. അപ്പോൾ ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് എത്ര ടൈം അത് ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്, ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് എത്ര സമയമായി,
ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് എത്ര സമയം അവിടെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്, അതാണ് ഞാൻ T1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ T1 എന്ന് പറഞ്ഞ ടൈം പീരീഡിലാണ് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൂടി വരുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഹിസ്റ്ററി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന ഹിസ്റ്ററി എന്താണ്? കൂടുന്നു കുറയുന്നു എന്നല്ലാതെ അതങ്ങനെ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അവസാനത്തെ കൊളീഷൻ കഴിയുമ്പോൾ അതിൻ്റെ പഴയ തെർമൽ വെലോസിറ്റി U1 തന്നെ വരുള്ളൂ. പിന്നെ ആക്സിലറേഷൻ കിട്ടാൻ തുടങ്ങും. ആക്സിലറേഷൻ കിട്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അവസാനത്തെ കൊളീഷൻ കഴിഞ്ഞ് ഒബ്സർവേഷൻ ടൈം വരെ എത്ര സമയം ഇലക്ട്രോൺ മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. പഴയ ഹിസ്റ്ററി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതാണ് T1 എന്ന് പറഞ്ഞാൽ. T1 ഈസ് ദ ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറയാണ്. മനസ്സിലായിട്ടുണ്ടാവേണ്ടതാണ്, എന്നാലും ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കാരണം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറഞ്ഞാലും നഷ്ടമൊന്നുമില്ലല്ലോ. U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കാരണം ഇലക്ട്രോണിന് ഉണ്ടാവുന്ന വെലോസിറ്റി. അത് ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. ടെമ്പറേച്ചറിന് കാരണം ഇലക്ട്രോണിന് ഉണ്ടാവുന്ന വെലോസിറ്റി U നമ്മളത് ഫിക്സ്ഡ് ആയിട്ട് ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ U സേ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തൽക്കാലം കരുത്. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇലക്ട്രോണിന് ആക്സലറേഷൻ കിട്ടി. ഇലക്ട്രോണിന് എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൾ ഉടനെ തന്നെ 2 മീറ്റർ പെർ സെക്കൻഡ് 3 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് സ്പീഡ് ഇങ്ങനെ കൂടും, വല്ലാണ്ട് കൂടും. പക്ഷെ കൂടി ഇൻഫിനിറ്റി വരെ എത്താൻ പോകണില്ല. സ്പീഡ് കൂടി കുറച്ച് കൂടുമ്പോൾ തന്നെ ആയിരിക്കും ഒരു അയൺ അറിയാമല്ലോ, അല്ലെങ്കിൽ ആറ്റം ആയിട്ട് കൂട്ടിമുട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഇലക്ട്രോണിൻ്റെ എല്ലാ എനർജിയും അതിന് നഷ്ടപ്പെടും. ആ ടെമ്പറേച്ചർ കാരണമുള്ള വെലോസിറ്റി മാത്രം അതിന് കിട്ടുള്ളൂ. ബാക്കി ഗെയിൻ ചെയ്ത വെലോസിറ്റി മുഴുവനും നഷ്ടപ്പെടും. അറിയാമല്ലോ, ഇപ്പോൾ ഒരു ബോള് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതായത് കൊളീഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കൊളീഷൻ നടക്കുമ്പോൾ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കൂട്ടിമുട്ടിയിട്ട് പഴയ പോലെ തന്നെയാവും. പിന്നെ കൂടി തുടങ്ങുമ്പോഴത്തേന് വീണ്ടും ഒരു കൊളീഷൻ. അങ്ങനെ കുറേ 100 കൊളീഷൻസുകൾ കഴിയും. മനസ്സിലായല്ലോ? ഇവിടെയാണ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഒബ്സർവ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരുപാട് 100 കൊളീഷൻസുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഹിസ്റ്ററിയുടെ ആവശ്യം നമുക്കില്ല. ആ ഹിസ്റ്ററിയിൽ ഇങ്ങനെ കൂടി കുറഞ്ഞു എന്നുള്ള കുറേ ഹിസ്റ്ററിയില്ലേ, അതെനിക്ക് ആവശ്യമില്ല, ഞാനത് റിജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോണിൻ്റെ അവസാനത്തെ കൊളീഷൻ. ഇതാണ് ലാസ്റ്റ് കൊളീഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഈ ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി U1 ആണ്. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇലക്ട്രോണിൻ്റെ തെർമൽ വെലോസിറ്റി ടെമ്പറേച്ചർ കാരണമുള്ള വെലോസിറ്റിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് സ്പീഡ് ഇങ്ങനെ 1 മീറ്റർ പെർ സെക്കൻഡ് 1.5 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ കൂടി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീഡ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീഡ് ഉണ്ടാവും. അതാണ് ഇത്. അപ്പോൾ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺ. മനസ്സിലായല്ലോ? ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയം വരെ എത്ര സമയം ഇലക്ട്രോൺ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതാണ് T1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് U1, ഈ ട്രാവലിങ്ങിന് എടുത്ത ടൈം T1, അതിനിടയ്ക്ക് കിട്ടിയ ആക്സലറേഷൻ A ആണ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. V=U + AT. V1 എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി. ഞാനത് മനസ്സിലാവാൻ വേണ്ടി വെറുതെ ഇവിടെ V1 എഴുതി വെച്ചേക്കാം. നിങ്ങൾ ഈ ഡയഗ്രാം വേണമെങ്കിൽ എവിടെയെങ്കിലും വരച്ച് വെച്ചോ, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല, എന്നാലും ഈ ഡയഗ്രാം വരച്ച് വെച്ചാൽ പിന്നീട് കൺഫ്യൂഷൻ വരില്ല. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഉണ്ടാവുന്ന വെലോസിറ്റി U1 ആണ്. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എത്ര സമയം ട്രാവൽ ചെയ്തിട്ടുണ്ട് T1. ഒബ്സർവിങ് ടൈമിൽ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന വെലോസിറ്റി V1. നൗ ഫോർ ദ സെക്കൻഡ് ഇലക്ട്രോൺ. ഇത് ഒരു ഇലക്ട്രോൺ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്. സെക്കൻഡ് ഇലക്ട്രോൺ
വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി. സെക്കൻഡ് ഇലക്ട്രോണിനുണ്ടാവും ഒരു സ്റ്റാർട്ടിങ് വെലോസിറ്റി. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അല്ലേ, ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിനൊരു സ്റ്റാർട്ടിക് വെലോസിറ്റി ഉണ്ടാവുമല്ലോ, u2, u പ്ലസ് AT എന്നാണല്ലോ. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. സെക്കൻഡ് ഇലക്ട്രോൺ, വേറൊരു ഇലക്ട്രോൺ ഉണ്ട്, അവസാനത്തെ കൊളീഷൻ കഴിഞ്ഞ് എത്ര സമയം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒബ്സർവ് ചെയ്യുന്ന സമയം വരെ. ക്ലിയർ? അവിടെ എഴുതേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്? V1, V2, V3 ആർ ദ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന് ഉണ്ടാവുന്ന വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റി. സിമിലർലി ഫോർ തേർഡ് ഇലക്ട്രോൺ, ഫോർത്ത് ഇലക്ട്രോൺ, അതൊന്നും എഴുതിയ സമയം കളയണില്ല. ആൻഡ് ഫോർ nth ഇലക്ട്രോൺ, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ഇല്ല എന്ന് മാത്രം. ഫോർ nth ഇലക്ട്രോൺ the final velocity at the time of observation, initial velocity plus acceleration into Tn. Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ time taken by the electron after the last collision. നമുക്ക് ഓരോരുത്തരെയും വെലോസിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആവറേജ് വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. ബിക്കോസ് ഡ്രിഫ്റ്റ് സ്പീഡ് കാണാനാണ് പോകുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിനൊരു ആവറേജ് സ്പീഡ് ഉണ്ടാവുമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് എത്ര സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കോ. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് എത്ര സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കോ. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിനൊരു ആവറേജ് സ്പീഡ് ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് സെഡ് ടു ബി ഡ്രിഫ്റ്റ് സ്പീഡ്. സോ ഡെറിവേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ ആഫ്റ്റർ ഗിവിങ് ദ സപ്ലൈ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ V1 പ്ലസ് സപ്ലൈ കൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ഇലക്ട്രോണിൻ്റെ എല്ലാ വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുക. ഈ ആവറേജ് എടുക്കൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. എല്ലാവരും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ n ചെയ്യലല്ലേ ഈ ആവറേജ്, അല്ലേ? ശരിയല്ലേ? കറക്റ്റ്. എന്തായാലും മിണ്ടാത്ത. Drift speed is the average velocity. Drift velocity of the electron is the average velocity of the electron under electric field. Clear? എല്ലാവർക്കും ഓക്കെ ആണ്? കീർത്തി, ഐഷയ്ക്ക് മനസ്സിലായോ? ഐഷ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണേ ചോദിക്കണം കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേര് പറയണമൊന്നുമില്ല. നൗ വാട്ട് ഈസ് V1? V1 എന്ന് പറഞ്ഞാൽ U1 പ്ലസ് AT ആണ്. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ആക്സിലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ മൈനസ് E/m ആണ്. എല്ലാ ഇലക്ട്രോണിനും ഒരേ ആക്സിലറേഷൻ തന്നെയാണ്. ഇവിടെ V1ൻ്റെ സ്ഥാനത്ത് അപ്പോൾ എന്താ എഴുതാ? U1 പ്ലസ് AT 1. ടെക്സ്റ്റ് ബുക്കിൽ ടേക്കിംഗ് ആവറേജ് വി ഗെറ്റ് നേരെ ഫോർമുല എഴുതി. പക്ഷെ ഞാനിവിടെ സ്റ്റെപ്പ് എഴുതാണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U2 പ്ലസ് AT2 പ്ലസ് എക്സിട്രാ VN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN പ്ലസ് വെക്ടർ A TN. ആ എഴുതിയത് നേരെ പകർത്തുന്നു, അത്രേ ഉള്ളൂ. U പ്ലസ് AT ഇല്ലേ, U പ്ലസ് AT, അത് തന്നെ സംഭവം. ഡിവൈഡ് ബൈ n. So drift speed is defined as the average speed of the electron under electric field, അല്ലെങ്കിൽ under the supply, okay, under the potential difference, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ സപ്ലൈ കൊടുത്തതിന് ശേഷം ഉള്ള വെലോസിറ്റിയാണ് V1, V2, V3 എക്സിട്ര. ഓരോ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുടെ ആവറേജ് എടുത്തതാണ് ഈ കാണുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ U1 പ്ലസ് U2 പ്ലസ് U3 എക്സിട്ര UN അടുത്തടുത്ത് എഴുതാം. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ U1 പ്ലസ് U2 പ്ലസ് U3 എല്ലാവരും കൂടി എന്താ എഴുതുക? അടുത്തടുത്ത് എഴുതാം. U1 പ്ലസ് U2 പ്ലസ് എക്സിട്ര UN എല്ലാം അടുത്തടുത്ത് എഴുതാം. പ്ലസ് A ഇൻറ്റു T1 പ്ലസ് A ഇൻറ്റു T2 പ്ലസ് A ഇൻറ്റു T3 അല്ലേ? A ഈസ് കോമൺ T1 പ്ലസ് T2 പ്ലസ് എക്സിട്ര TN ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് കിട്ടും. ശരിയല്ലേ? ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? ഗോകുലെ ശ്രദ്ധിച്ചോ? ഗോകുലെ
സിദ്ധാർത്ഥിന് മനസ്സിലായോ? സിദ്ധാർത്ഥ് ഇനി ഇവിടെ ശ്രദ്ധിച്ച പറഞ്ഞോ. എന്താ T1ന് പേരില്ല. പേര് ആവറേജ് എടുക്കുമ്പോൾ ഒരു പേര് പറയും, റിലാക്സേഷൻ ടൈം. അവിടെ എത്തിയിട്ടില്ല. റിലാക്സേഷൻ ടൈം വരും, അതിപ്പോഴല്ല, 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. U1 + U2 + U3 + എക്സെട്ര UN 0 ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. കാരണം U1, U2, U3 ആർ ദ വെലോസിറ്റീസ് ഡ്യൂ ടു ടെമ്പറേച്ചർ. ഓരോ ഇലക്ട്രോണിനും ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന ഒരു റാൻഡം വെലോസിറ്റീസാണ് U1, U2, U3 എക്സെട്ര. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് 0 ആണ്. അഥവാ എല്ലാ U1, U2, U3 എല്ലാം ആഡ് ചെയ്താൽ 0 ആണെന്ന് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് നമുക്ക് U1, U2, U3 അങ്ങോട്ട് ഒഴിവാക്കാം. ബിക്കോസ് ദെയർ സം ഈസ് 0. ഈ ടേം നമുക്ക് വെട്ടാം. ആ ടേം 0 ആണ് നമുക്കറിയാം. അപ്പോൾ അത് എഴുതണ്ട. പിന്നെ A ഇൻറ്റു T1 + T2 + T3 എക്സെട്ര TN ഓൾ ഡിവൈഡ് ബൈ N എന്ന് കിട്ടും. ശരിയല്ലേ? എഴുതിയത് കറക്റ്റ് അല്ലേ? എവിടെ എന്താ മിണ്ടാത്തത്? ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള എക്സ്പ്രഷൻ ആണല്ലോ. T1, T2, T3 പ്ലസ് എക്സെട്ര TN ബൈ N എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇലാപ്സ്ഡ് ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ അല്ലേ? നമ്മൾ T1 എന്ന് പറഞ്ഞാൽ അതാണല്ലോ. T1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? T1 എന്ന് പറഞ്ഞാൽ ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ആവറേജ് ആണ് ഈ കാണുന്നത്. നമുക്കിതിനെങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇലാപ്സ്ഡ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആവറേജ് ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ എത്ര നേരം ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? ടൈം ഇലാപ്സ്ഡ് ആണ്. ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞിട്ട് എത്ര സമയമായി ഇലക്ട്രോൺ കൊളീഷൻ ഇല്ലാതെ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്? നമ്മളതിനൊരു പേര് പറയും, റിലാക്സേഷൻ ടൈം. നിങ്ങളത് 11th സ്റ്റാൻഡേർഡിൽ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. റിലാക്സേഷൻ ടൈം ടോ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ ഫിക്സഡ് നമ്പർ. എന്താ അതിനകത്തുണ്ട്. ഓക്കെ, റിലാക്സേഷൻ ടൈമാണ്. കൊളീഷൻ കഴിഞ്ഞിട്ട് എത്ര സെക്കൻഡായി ഇലക്ട്രോൺ കൊളീഷൻ ഇല്ലാതെ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലായില്ലേ? ആ രീതിയിൽ എടുത്താൽ മതി. കാരണം T1 എന്ന് പറഞ്ഞാൽ അതാണല്ലോ, കൊളീഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞിട്ട് എത്ര നേരമായി അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇലക്ട്രോൺ എത്ര നേരമായി ഫ്രീ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞിട്ട് എത്ര നേരം ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അല്ലേ? ഇതിനെല്ലാത്തിനും കൂടി ആവറേജ് എടുത്താൽ ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇലാപ്സ്ഡ് ബൈ ദ ഇലക്ട്രോൺ ആഫ്റ്റർ ലാസ്റ്റ് കൊളീഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയും. അതൊരു ഫിക്സഡ് നമ്പറാണ്, യൂണിറ്റ് സെക്കൻഡാണ്. റിലാക്സേഷൻ ടൈം സെക്കൻഡാണ് യൂണിറ്റ്, അത് ഫിക്സഡ് ആണ്, അത് മാറില്ല. ഓക്കെ, അത് മാറില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത്? ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് ദ ആവറേജ് സ്പീഡ്. ഡ്രിഫ്റ്റ് സ്പീഡ് VD എന്നാണ് നമ്മൾ എഴുതാറ് കേട്ടോ. വെറും V എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ. VD. അപ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. A ഇൻറ്റു ടോ അല്ലേ? A ഇൻറ്റു ടോ. A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ. A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഞാൻ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആക്സലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ മൈനസ് E/m ആണെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കിട്ടിയത്? A ഇൻറ്റു ടോ അല്ലേ? ഞാൻ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വെക്ടർ സൈൻ ഒന്നും ഇപ്പോൾ എഴുതുന്നില്ല കേട്ടോ. A ഇൻറ്റു ടോ കണ്ടില്ലേ? കാണുന്നുണ്ടല്ലോ, A ഇൻറ്റു ടോ. ദിസ് ഈസ് ദ ആവറേജ് ടൈം, റിലാക്സേഷൻ ടൈം എന്ന് പറയും ഈ സംഭവം. അപ്പോൾ ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് സ്പീഡ് ഈക്വൽ ടു A ഇൻറ്റു ടോ. അല്ല സോറി, എയുടെ ഫോർമുല എന്താണ്? E/m. കാണിച്ച ഇതറിയാമല്ലോ, മൈനസ് E/m. മൈനസ് E/m ടോ.
നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസ് ഒന്നും എഴുതിയാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് മൈനസ് ഇരിക്കട്ടെ. ഇഫ് വി ടോക്ക് അബൌട്ട് ദ വെക്റ്റർ, നമ്മൾ വെക്ടറായിട്ട് പറയുമ്പോൾ സൈനിൻ്റെ ആവശ്യം അവിടെ വരും. അതായത് വെക്ടർ സൈൻ ഇടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മൈനസ് സൈൻ എടുക്കാൻ കാരണേ നമ്മൾ ഇവിടെ എന്തെന്ന് ചെയ്താൽ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും കൊടുക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് സ്പീഡിൽ നേരെ ഓപ്പോസിറ്റാണ്. ഡ്രിഫ്റ്റ് സ്പീഡ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലോട്ടാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട്. ഇലക്ട്രിക് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വരുന്നത്. ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത്. വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഒന്നും എഴുതാറൊന്നുമില്ല, എന്നാലും ഡെറിവേഷൻ എഴുതുമ്പോൾ നെഗറ്റീവ് കാണിക്കണം. അപ്പോൾ ദിസ് ഈസ് എ ഫോർമുല. ഇത് ബൈ ഹാർട്ട് ആക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ ലെറ്റർ എന്തൊക്കെയാണ് നമുക്കറിയാം. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ഞാൻ അറിയുന്നതാണെങ്കിൽ ഒന്നുകൂടി എഴുതാം. ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ഇപ്പം മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 1.6 × 10⁻⁻⁹ കൂളം. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. അത് ഞാൻ എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ. അത് പ്രോബ്ലത്തിൽ തരും, പേടിക്കാനില്ല, ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.1 × 10⁻31 കിലോഗ്രാം. അത് പക്ഷെ പഠിക്കണ്ട. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ എക്സാമിന് ചോദിച്ചാൽ ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, റിലാക്സേഷൻ ടൈം ഇതാദ്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാം. ഓക്കെ, ശരി, സ്റ്റോപ്പ് ചെയ്യണേ.